Hello guys, welcome back to another video. We will now പരിചയപ്പെടുത്തിയ വെബ്സൈറ്റിന്റെ അതേ കമ്പനിയുടെ മറ്റൊരു വെബ്സൈറ്റാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൽ സൈൻ അപ്പ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ വർക്ക് ചെയ്യേണ്ടതും അത് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇന്റർഫേസ് മാറ്റേണ്ടതുള്ളൂ, വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് സൈൻ അപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഇമെയിൽ എൻ്റർ ചെയ്യുക, അതിനുശേഷം നമ്മൾ പാസ്വേഡ് കൊടുക്കുക, അതൊന്ന് കൺഫേം ചെയ്യുക, എന്നിട്ട് സൈൻ അപ്പ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതിൽ എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ ജെൻഡറും കാര്യങ്ങളൊക്കെ അതിൽ എൻ്റർ ചെയ്യാൻ പറയും. പിന്നെ ഞങ്ങളോട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും, പിൻകോഡും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അത്രയും എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഇമെയിലേക്ക് ഒരു ലിങ്ക് വരും, ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരും. ആ ലിങ്കുമ്മേ ക്ലിക്ക് ചെയ്താണ്ട് നിങ്ങൾ അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇനി ബാക്കി അറിയണത്തിൽ എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇൻ്റർഫേസ് കിട്ടും. നമ്മളെ GC ലൂട്ടിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ഏണിങ്സ് മെത്തേഡൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഓഫർ വാൾസ് ഉണ്ട്, അതായത് സർവേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഓഫർ വാൾസ് ഉണ്ട്. പിന്നെ ഒരുപാട് ആപ്സ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും ഉണ്ട്. അതേപോലെ തന്നെ ഈ 3 ലൈനുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സർവീസ് ഉണ്ട്, വാച്ച് വീഡിയോ ഉണ്ട്, അതേപോലെ തന്നെ ഓഫേഴ്സും ഉണ്ട്. അതേ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഇതിലുള്ളത്. പിന്നെ ഇൻവൈറ്റ് ആൻഡ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ വാച്ചിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ TVൻ്റെയും അതേപോലെ തന്നെ ലൂട്ടബിളിൻ്റെയും ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയി കിട്ടും. അപ്പോൾ ഇതിലെങ്ങനെയാണ് വീഡിയോ വാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ TVൻ്റെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും earn 8 points for every 3 videos watched with ads. അപ്പോൾ ആഡ്സോട് കൂടി നമ്മൾ ഇതിൽ വീഡിയോ വാച്ച് ചെയ്യുമ്പോഴാണ് നമുക്കിതിന് പോയിൻ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോന് മുമ്പ് ആഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിന് ഏണിങ്സ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ടിപ്പും കൂടി പറഞ്ഞുതരാം. അതിന് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ അക്കൗണ്ട് ഒന്ന് സൈൻ ചെയ്യണം. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ സൈൻ അപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഒന്ന് സൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഈ ബോക്സിൽ സൈൻ അപ്പ് അതേപോലെ തന്നെ ലോഗിൻ. അപ്പോൾ ഇവിടെ സൈൻ അപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഇമെയിലും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്താണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റേ നമ്മളെ ആ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതേ ഇമെയിലിന് കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളെ യൂസർ നെയിം കൊടുക്കാൻ പറയും, അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ പറയും. പിന്നെ എൻ്റർ പാസ്വേഡും ഈ ബോക്സും ടിക്ക് ചെയ്താണ് നിങ്ങൾ സൈനപ്പ് കൊടുക്കുക. അതേ ഇമെയിലിന് കൊടുത്താണ് നിങ്ങൾ സൈനപ്പ് കൊടുക്കുക. ഞാനിപ്പോൾ ലോഗിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്താണ് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. അതുകൊണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ ഇതിലെങ്ങനെയാണ് വീഡിയോ വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാനും പറ്റും. ഇവിടെ പോയിക്കാണ്ട് സെർച്ച് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. 2 മിനിറ്റിൻ്റെയും അതേപോലെ തന്നെ 3 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ അതിൻ്റെ വ്യൂസ് നോക്കുക. ഏകദേശം ഒരു ഇപ്പോൾ ഇത് 2K വ്യൂസ് ഉണ്ട്. നിങ്ങളൊരു 3-4K വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഇവിടെ പ്ലേ ആവും. ഓക്കെ, അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. ഞാൻ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ റൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ സെറ്റിങ്സിന് ഓപ്ഷൻ കാണാൻ പറ്റും. അതിന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ലോ ക്വാളിറ്റി സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ ഡാറ്റ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ലോ ക്വാളിറ്റി സെലക്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഫോൺ എവിടെയെങ്കിലും വെച്ച് പോയാൽ മതി. ഇത് ഓട്ടോമാറ്റിക് ഈ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ റണ്ണാവും. അതേപോലെ തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അൺലിമിറ്റഡ് വീഡിയോസ് ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ആഡ്സ് വരുമ്പോൾ അതിന് നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ റിവാർഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി കിട്ടിയ എമൗണ്ട്, നിങ്ങൾക്ക് ടോട്ടലി ഈ ഒരു സൈറ്റിൽ നിന്ന് കിട്ടിയ എമൗണ്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡ് വെച്ചുകൊണ്ട് ഇതൊന്ന് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരു പോയിൻ്റ് വെച്ച് നമുക്ക് ഡെയിലി ഇതിന് റിഡീം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ കൂപ്പൺ കോഡ് ഓൾറെഡി അവിടെ ആഡ് ആയിട്ടുണ്ടാവും. അതിന് ശേഷം ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ആ ഒരു എമൗണ്ട് നമ്മളെ വാലറ്റിൽ ആഡ് ആവും. അപ്പോൾ ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് റിവാർഡ്സിൽ തന്നെ റെഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 പോയിൻ്റ് ഒരു സൈറ്റിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിങ്ങൾക്ക് ഏത് സൈറ്റിലേക്കാണോ അത് അങ്ങോട്ട് റെഡീം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരുപാട് സൈറ്റ് കാണാൻ പറ്റും. ഈ സൈറ്റൊക്കെ ഞാൻ ഇതുമായി ലിങ്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഏത് സൈറ്റിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സൈറ്റ് ഇപ്പോൾ ഗ്രാബ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇവിടെ ലിങ്ക് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ലിങ്ക് ചെയ്ത് സൈറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏക്കാണ് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റെഡീം പ്രോസസ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 9 പോയിൻ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് അക്കൗണ്ടിലേക്കാണ് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഉണ്ട് GGT എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. ഇതേപോലെ തന്നെ ഗ്രാബ് പോയിൻറ്റ്സ്, ടൈം ബക്സ്, GC ലൂട്ട്, ഡോളർ ക്ലിക്സ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസിൽ ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് ഗ്രാബ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റെഡീം എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ 9 പോയിൻ്റ് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും. അതിൽ 7 പോയിൻ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ റെഡീം ബാലൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെ പോയിൻറ്റ്സ് ഇവിടെ റെഡീം ആയിട്ടുണ്ട്. അത് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ എൻ്റെ വാലറ്റിലിപ്പോൾ 2 പോയിൻ്റ് ഉള്ളൂ. അതിന് 9 പോയിൻ്റായി മാത്രമേ എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. ഞാൻ നമ്മളത് മെയിൻ സൈറ്റിൽ പോയി കാണിച്ചത്. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ കാണാൻ പറ്റും ഒരു 7 പോയിൻറ്റ്സ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നേരത്തെ ഇവിടെ 0 ആയിരുന്നു, അപ്പോൾ അത് 7 പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ആ ഒരു സൈറ്റിൽ നിന്ന് ഏൺ ചെയ്ത് കണ്ട് ഇതിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും ചെയ്യും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളെ പേപ്പൽ അക്കൗണ്ടൊക്കെ അല്ലെങ്കിൽ മറ്റ് ഗിഫ്റ്റ് കാർഡൊക്കെ നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ വിഡ്രോൻ്റെ ഓപ്ഷനൊക്കെ ഞാൻ GC ലൂട്ടിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിൽ ഗിഫ്റ്റ് കാർഡ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ഇവിടെ കാണിക്കും. നമുക്ക് പേപ്പാലുണ്ട്, അതേപോലെ തന്നെ മറ്റ് പല ഓപ്ഷൻസും ഉണ്ട്. വിസ കാർഡ്, അതേപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ ഗിഫ്റ്റ് കാർഡ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.